കരുണയാൽ എന്നെ നീ കരകയറ്റി, കൃപയാലെ എന്നെ നീ കാത്തിടുന്നു. അത്യന്ത ശക്തിതൻ നിക്ഷേപമെന്നുടെ മൺപാത്രങ്ങളിൽ നീ പകർന്നു. കരുണയാൽ എന്നെ നീ കരകയറ്റി, കൃപയാലെ എന്നെ നീ കാത്തിടുന്നു. യോബിൻ ജീവിത കഷ്ടനഷ്ടങ്ങളും വെണ്ണീറിൽ നീറും വ്രണങ്ങളും, യോബിൻ ജീവിത കഷ്ടനഷ്ടങ്ങളും വെണ്ണീറിൽ നീറും വ്രണങ്ങളും, എന്റെ കമാകവേ വന്നരിച്ചാലുമെൻ കർത്തനമേശുവിൽ ആശ്രയിക്കും. എന്റെ കമാകവേ വന്നരിച്ചാലുമെൻ കർത്തനമേശുവിൽ ആശ്രയിക്കും. കരുണയാൽ എന്നെ നീ കരകയറ്റി, കൃപയാലെ എന്നെ നീ കാത്തിടുന്നു. അത്യന്ത ശക്തിതൻ നിക്ഷേപമെന്നുടെ മൺപാത്രങ്ങളിൽ നീ പകർന്നു. കരുണയാൽ എന്നെ നീ കരകയറ്റി, കൃപയാലെ എന്നെ നീ കാത്തിടുന്നു. പാരിലെല്ലാവരും കൈവിട്ടു പോയാലും കഷ്ടങ്ങൾ ഏറി വന്നിടിലും, പാരിലെല്ലാവരും കൈവിട്ടു പോയാലും കഷ്ടങ്ങൾ ഏറി വന്നിടിലും, നിൻ ശക്തി നൽകുമേ സൗഭാഗ്യ ജീവിതം സംതൃപ്തയാക്കുന്നു എന്നെ ഇന്നും. നിൻ ശക്തി നൽകുമേ സൗഭാഗ്യ ജീവിതം സംതൃപ്തയാക്കുന്നു എന്നെ ഇന്നും. കരുണയാൽ എന്നെ നീ കരകയറ്റി, കൃപയാലെ എന്നെ നീ കാത്തിടുന്നു. നിക്ഷേപമെന്നുടെ മൺപാത്രങ്ങളിൽ നീ പകർന്നു. കരുണയാൽ എന്നെ നീ കരകയറ്റി, കൃപയാലെ എന്നെ നീ കാത്തിടുന്നു. പ്രൈസ് ദി ലോർഡ്. പാട്ടിന്റെ ഈരടിയിൽ ചേർത്തിരിക്കുന്നത് പോലെ കർത്താവ് എന്നെ തന്റെ കൃപയാൽ കരുണയാൽ എന്നെയും ഏറ്റെടുത്തു. അന്ന് 1955 ഒക്ടോബർ മാസം 26-ാം തീയതി ഞാൻ ജനിച്ച് കരുമാടി ദേശത്ത് ജനിച്ച് വളർത്തപ്പെട്ട് ഒരു സാധുവായ മാതാപിതാക്കന്മാർക്ക് ഒരു ഏക മകളായി ഞാൻ അന്ന് വളർത്തപ്പെട്ടു. കർത്താവിന്റെ കർത്താവ് എന്നെ കണ്ടു. അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയാൻ എനിക്ക് സാധിക്കും. കാരണം 2.5 വയസ്സുള്ളപ്പോൾ എൻ്റെ പ്രിയ അമ്മ, പ്രിയ മാതാവ് എന്നെ വിട്ടുപോയി. അതോടെ അന്ധതയുടെ
രോഗം എന്നെ ബാധിച്ചു. അന്നൊക്കെ പറയുന്നത് പോലെ ഗൃഹിണി അഥവാ പിത്തശൂലം എന്നൊക്കെ പറയും. രോഗത്താൽ ഞാൻ ഒരു അന്ധയായി തീരാൻ ഇടയായി തീർന്നു. എന്റെ പ്രിയ പിതാവ് വാത്സല്യമുള്ള എന്റെ പിതാവാകയാൽ എന്നെ വാത്സല്യിക്കാനും സ്നേഹിക്കാനും മാത്രം അറിയുന്ന പിതാവായിരുന്നാൽ എന്നെ ഒരു കാരണവശാലും എന്നെ വിട്ട് മറ്റൊന്നും വേണ്ട എന്ന് കരുതി എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്നത് കൊണ്ട് എന്നെ പിന്നെ സന്തോഷമായി പരിപാലിക്കുകയും അതുപോലെ തക്ക സമയം എനിക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാവകാശങ്ങളൊക്കെ ഒരുക്കി. ഭാഗ്യവശാൽ BA കഴിഞ്ഞ് DTB എല്ലാം ചെയ്ത് ഒരു ജോലിക്കുള്ള അർഹതയൊക്കെയും ആക്കി തന്നു. അങ്ങനെ ഞാനായിരിക്കുമ്പോൾ എനിക്ക് ഒരു കുടുംബജീവിതം ഒരിക്കലും എനിക്ക് പ്രതീക്ഷിക്കാൻ ആവാത്ത സാഹചര്യമാണ് എൻ്റേത്. എന്നാല് കർത്താവ് ഭാഗ്യവശാൽ അതിനുമുള്ള അവസരങ്ങളെ ഒരുക്കി തന്നു. ഒരു നല്ല കുടുംബജീവിതം എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു നല്ല ശുശ്രൂഷകനായിരുന്നു. കർത്താവിന്റെ കൃപയാൽ കേരളത്തിന്റെ ഒരു 3/4 ഭാഗവും ഞങ്ങൾക്ക് കറങ്ങി തിരിഞ്ഞ് കർത്താവിന്റെ ശുശ്രൂഷയിൽ സഞ്ചാര ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് സാവകാശം ഒരുക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു ഏകനായ ഒരു പൈതലിനെ തന്നു. അവനെയും ഞങ്ങൾ അങ്ങനെ തന്നെ ബിബ്ലിക്കലായിട്ട് തന്നെ +2 കഴിഞ്ഞ ശേഷം ബിബ്ലിക്കലായിട്ട് തന്നെ വിട്ടു. DTH കഴിഞ്ഞു. അങ്ങനെ ഒരു ചർച്ചൊന്നും സ്ഥിരമായിട്ടില്ലെങ്കിലും പല ചർച്ചുകളിലും അസിസ്റ്റന്റ് ആയിരിക്കുകയും അതുപോലെ സുവിശേഷ വേലയിൽ നന്നായി ഇറങ്ങി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ എൻ്റെ സാഹചര്യമായിരിക്കുമ്പോൾ ഞാൻ ജീവിതത്തില് ഒരുപാട് ക്ലേശങ്ങൾക്ക് വിധേയപ്പെട്ടു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, 2 വയസ്സിൽ 2.5 വയസ്സിൽ എൻ്റെ പ്രിയ മാതാവ് വിട്ടുപോയി. അതോടെ അന്ധതയുടെ രോഗവും ബാധിച്ചു. ഇങ്ങനെ ജീവിതത്തില് കഷ്ടങ്ങളുടെ നഷ്ടങ്ങളുടെ ഒരു തുടക്കമായി അത് ഇരിക്കുകയായിരുന്നു. ഭാഗ്യങ്ങൾ ഇങ്ങനെയുള്ള നന്മകളൊക്കെയും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും പലപ്പോഴും എന്നെ ഒറ്റപ്പെടലുകളും ഏകാന്തതകളും ഒക്കെ എന്നെ വല്ലാതെ ബാധിക്കുകയും ഞാൻ വളരെ പ്രയാസങ്ങൾ സഹിക്കുകയും ഒക്കെ ചെയ്യുവാനും ഇടയായിട്ടുണ്ട്. എങ്കിലും കർത്താവിന്റെ കൃപ എന്നെ ചുറ്റിയിരുന്നതിനാൽ ഞാൻ പിന്നെയും ധൈര്യമായി വരുന്നു. പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പഠിക്കുന്ന കാലത്ത് എൻ്റെ പ്രിയ പിതാവിന് വലിയ കഴിവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കർത്താവിന്റെ കൃപയാൽ എനിക്ക് വേണ്ടി ഒരു ഡോക്ടർ അപ്പച്ചൻ എനിക്ക് വേണ്ടി സകല ചെലവുകളും ചെയ്ത് എന്നെ DTB കഴിയുന്നത് വരെയും ചെയ്യിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒക്കെ സാവകാശങ്ങൾ അങ്ങനെയൊക്കെ ജീവിതത്തില് ഒരു നല്ല വഴികൾ എനിക്ക് തിരിച്ചു തന്നാൽ ഒരു ജോലിക്ക് ഒരു സ്ഥിരമായൊരു ജോലി എനിക്ക് ലഭിച്ചില്ല. പ്രൈവറ്റായിട്ട് ഞാനൊരു പെരിന്തൽമണ്ണയുടെ പ്രദേശത്ത് ഒരു സ്കൂളിൽ ഒരു 6 വർഷക്കാലം എൻ്റെ ആഗ്രഹം അധ്യാപികയാകണം എന്നുള്ളതായിരുന്നു. അതനുസരിച്ച് ദൈവം തന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 6 വർഷക്കാലം അധ്യാപികയായിരിക്കുമ്പോൾ അവിടെ വെച്ച് അതൊരു കത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള സ്കൂളായിരുന്നു. അവിടെ വെച്ച് അവിടെ ഒരുപാട് നിന്ദകളും ഒക്കെ സഹിക്കേണ്ടതായി വന്നു. ഞാൻ മാത്രം എൻ്റെ സമയങ്ങളെ വേറിട്ട് ദൈവവുമായിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുന്നത് അവര് വളരെ ആക്ഷേപമായി പറയുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒടുവിൽ എനിക്ക് അവരുടെ പ്രസാദമോ അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുതരുമ്പോൾ ഞാൻ എനിക്കത് വേണ്ടാന്ന് പറയുന്നത് അതിനെ ഞാൻ തിരസ്കരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് ഒരു പണിഷ്മെന്റ് എന്ന വണ്ണം അവിടുത്തെ ആ സ്കൂളിലെ സീനിയർ മോസ്റ്റ് ആയിരിക്കുന്ന ടീച്ചറാണ് എന്നെ കുട്ടികൾക്ക് കുറവുണ്ടെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ എന്നെ ഏർപ്പെടുത്തി. അങ്ങനെ ഞാൻ കാര്യത്തിൽ
കുറെ ശ്രമിച്ചെങ്കിലും പരാജയമായി. ഒടുവിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരാനിടയായി 92-ൽ. അപ്പോൾ ഞങ്ങള് കർത്താവിന്റെ ശുശ്രൂഷയിൽ ശക്തമായിട്ട് ആയിട്ടില്ല. എന്നാൽ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുകയും അല്പാൽപമായി കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുകയും ഞങ്ങള് ഒപ്പം ആത്മീയ പുസ്തകങ്ങൾ സെയിൽസ് ആക്കി ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വന്നിരുന്നു. 92-ൽ ഇങ്ങനെ ഞങ്ങൾ ആ സ്കൂൾ വിടാൻ ഒടുവിൽ അവരോട് റിസൈൻ ചെയ്ത് ഞാൻ അവിടെ സ്കൂൾ വിട്ടു. കടന്നു പോരുമ്പോൾ ഒരു ഭാരമുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തില്. ഇനി എങ്ങനെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തും? എവിടെ തല ചായ്ക്കും? ഞങ്ങൾക്കൊരു സെന്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ല. ഞങ്ങൾ എവിടെ തല ചായ്ക്കും എന്നൊക്കെയും വളരെ ഭാരത്തോടെ ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിലും ഒടുവിൽ ഭവനത്തിൽ വന്നപ്പോഴും അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെയും ചോദിച്ചു, ഉണ്ടായിരുന്ന ജോലി കളഞ്ഞ ഒരു കുഞ്ഞുണ്ട്, ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കും? എന്താ നിങ്ങളുടെ മാർഗം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ വളരെ വേദനയോടെ മൗനമായിരുന്നു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ വെറുതെ വിശ്രമത്തിനായി ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ശബ്ദം, സാരോഫാത്ത്, ഇത്രയും മാത്രം അദ്ദേഹത്തിന്റെ കാതിൽ എന്നോട് അത് പറഞ്ഞു. സാരോഫാത്ത് എന്നൊരു ശബ്ദം ഞാൻ മാത്രം കേട്ടല്ലോ, എന്തായിരിക്കും മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അത് നമുക്ക് വേണ്ടി ഒരുക്കുന്ന കർത്താവ് ഒരുക്കുന്ന വഴിയായിരിക്കും. ആ അവിടുത്തെ വിധവയോട് തോന്നിയ കരുണ നമ്മളോടും തോന്നി, ദൈവം നമുക്ക് വഴി ഒരുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞങ്ങനെ ഞങ്ങള് പരസ്പരം ആശ്വസിക്കുകയും ഒടുവില് പിന്നെയും ഞങ്ങൾ അങ്ങനെ കർത്താവിന്റെ വേലയിൽ തുടരുകയും ചെയ്തുകൊണ്ടിരുന്നു. കടന്നു പോകുന്നിടത്തൊക്കെ മിക്കവാറും ഞങ്ങൾക്ക് ശുശ്രൂഷകൾ ഒരുങ്ങുകയും ഉപവാസ പ്രാർത്ഥനകളായിട്ടും ഒക്കെ ഞങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം സാവകാശം ഒരുക്കി. പിന്നെ ഇനിയും സ്വന്തമായിട്ട് സ്ഥലമില്ലല്ലോ എന്നുള്ള ഭാരത്തോടെ ഞങ്ങള് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കേണ്ട ഒരു കുഞ്ഞുണ്ടല്ലോ എന്നോർത്ത് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ഒരു ചെങ്ങന്നൂരിന്റെ പ്രദേശത്ത് ഞങ്ങൾക്കൊരു ഭവനം ഒരുങ്ങി. അവിടെയുള്ള ഒരു കുഞ്ഞപ്പി, പൊതുവാക്കൽ കുഞ്ഞപ്പി എന്ന് പറഞ്ഞ് അച്ചായന്റെ മനസ്സാക്ഷിയിൽ തോന്നിയിട്ട് ചില വിശ്വാസികൾക്ക് വേണ്ടി ഒരു കോളനി അവിടെ തീർത്തിരുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും 5 സെന്റ് ഭൂമി അവിടെ കിട്ടാനിടയായി. അന്ന് ഞങ്ങള് അന്ന് മുതൽ അവിടെ പാർക്കാനിടയായി. എന്നാൽ അതിനു മുമ്പ് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇതുപോലെ പെരുമ്പാവൂര് വട്ടയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയ സമയത്ത് അവിടെ കണ്ടില്ല, രാത്രിയായിപ്പോയി. ഞങ്ങൾക്ക് എവിടെ ഒന്ന് തല ചായ്ക്കണം എന്നോർത്ത് ഞങ്ങള് ഒരു ദേവദാസന്റെ IPCയുടെ ദേവദാസന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ നല്ല മഴയുണ്ട്. ദേവദാസൻ അവിടെ ഇല്ല, ചർച്ചിലാണെന്ന് പറഞ്ഞു. ഞങ്ങളെ അങ്ങനെ 10 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഒടുവിൽ 10 മണിയായപ്പോ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ബ്ലൈൻഡ് ആണ്, അത് പറയാൻ ഞാൻ വിട്ടുപോയി. ഞങ്ങളോട് പറഞ്ഞു, ഇനിയിപ്പോ രാത്രിയാണല്ലോ, യാത്ര ചെയ്യാൻ നല്ല സൗകര്യമാണ്, ബസ്സൊക്കെ ഉണ്ടല്ലോ, ഇനി അതുകൊണ്ട് യാത്ര ചെയ്ത് പൊയ്ക്കോ എന്ന് ഞങ്ങളോട് ഇങ്ങനെ പറയാൻ ഇടയായി. മഴയത്ത് ഞങ്ങൾ ഇറങ്ങുമ്പോ കർത്താവിനോട് എൻ്റെ അച്ഛൻ പറഞ്ഞു, കർത്താവേ, നിനക്ക് പാർക്കാനിടമില്ലാതെ നീ നിന്റെ തോളിൽ തലചായ്ച്ച് ഞാൻ എവിടെ തലചായ്ക്കുന്നത് എന്ന് ചോദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തണമല്ലോ. ഞാൻ പറഞ്ഞു, മുടിക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, അവിടെ നമുക്ക് ഒന്ന് പോയി നോക്കാം, അതൊരു മുസ്ലിം ഭവനമാ, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. മണി 12 ആകുന്നു രാത്രി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് മുട്ടുമ്പോ അവര് പെട്ടെന്ന് സന്തോഷത്തോടെ എല്ലാവരും വന്ന് ഞങ്ങളെ സ്വീകരിക്കുകയും അന്ന് നല്ല സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ ആയിരിക്കാൻ ഇടയായി. ആഹാരം എല്ലാം തന്ന് എല്ലാം
ഞങ്ങളെ സന്തോഷത്തോടെ കരുതി രാവിലെ കാലം ഞങ്ങൾക്ക് ബസ് ചാർജും ഒക്കെ തന്ന് അവിടെ നിന്ന് വിടാൻ ഇടയായി. അന്ന് ഞങ്ങൾ പറയുകയായിരുന്നു, ഒരു ദൈവത്തിന്റെ ദാസന്റെ ഭവനത്തിൽ കടന്ന് ഞങ്ങൾ അനുഭവിച്ചതും ഒടുവിൽ ജാതികളെന്ന് പറഞ്ഞ് നമ്മൾ വേർതിരിച്ച് വെച്ചിരിക്കുന്ന അവരുടെ ഭവനത്തിൽ നിന്ന് ലഭിച്ചതുമായ ആ സ്നേഹ വ്യത്യാസങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാനിടയായി. എങ്കിലും ദൈവം അതിനുശേഷമാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു സ്ഥലവും അവിടെ തന്നെ അച്ചായൻ ഞങ്ങൾക്ക് വീട് വെച്ച് തരികയും ചെയ്തു. അന്ന് അവിടെ താമസിക്കുന്ന സമയം അവിടെ അങ്ങനെ പാർത്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ചില സാഹചര്യം ഞങ്ങളുടെ മോനെ സംബന്ധിച്ചുന്ന ചില വിഷയങ്ങളിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അവിടെ വിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അവനെ അവിടെ വിട്ടു പോരുമ്പോ ആ സ്ഥലം കൊടുക്കാൻ ഞങ്ങൾക്ക് വ്യവസ്ഥയില്ലെങ്കിൽ പോലും കിട്ടുന്ന വിലയ്ക്ക് കൊടുത്ത് ഞങ്ങൾ പോരുകയായിരുന്നു ചെയ്തത്. ഇവിടെ വന്ന് കരുമാടിയിൽ വന്ന്, എൻ്റെ സ്വദേശമായ കരുമാടി, ഇവിടെ വന്ന് ഒരു 10 സെന്റ് നിലം വാങ്ങിച്ച് അത് കുറച്ച് ഭാഗമൊക്കെ നികത്തി ബാക്കി ഇനിയും നികരാൻ കിടക്കെങ്കിലും ഒരു താമസയോഗ്യമായ തരത്തിൽ നികത്തി ഞങ്ങളൊരു ചെറിയ ഷെഡ് വെച്ച് പാർത്ത് തുടങ്ങി. കാലക്രമത്തിൽ അങ്ങനെ ഇനി വീടിനെ കുറിച്ചൊരു ചിന്ത നമുക്ക് ചിന്തിച്ച് നമ്മുടെ കൈ സാമ്പത്തികമില്ല എന്നോർത്ത് ഭാരപ്പെടുമ്പോ സർക്കാരിന്റെ പഞ്ചായത്തിന്റെ ഒരു ആനുകൂല്യം ഞങ്ങള് ചോദിച്ച് വാങ്ങിച്ച് അത് ഭവനം വെക്കാനൊന്നും തികഞ്ഞിട്ടില്ലായിരുന്നു. ഒരു ചെറിയ രീതിയിൽ ഒക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അപ്പോഴേക്ക് 2010 എൻ്റെ പ്രിയപ്പെട്ടവൻ 2010 നവംബർ 1-ാം തീയതി പ്രിയപ്പെട്ടവൻ കടന്നു പോയി. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞും അവന്റെ ഭാര്യയുമായി ഞങ്ങൾ അവിടെ താമസമായി. ഇന്ന് 14-15 വർഷത്തോളമായി ഇരിക്കുന്നു ഇവിടെ പാർത്തു വരുന്നു. ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും എല്ലാം കർത്താവിന്റെ കൃപയാൽ നിന്ന് തട്ടി നീങ്ങി ഞാൻ ഇന്നുവരെ നിലനിൽക്കുന്നു. പിന്നെയും ഒരുപാട് ജീവിതത്തിലെ കടവും പ്രയാസങ്ങളും ഒക്കെ വന്ന് എന്ത് സങ്കടമുണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ നല്ല സാവകാശവും നല്ല താല്പര്യവും അതിനുള്ള ഒരു ടെൻഡൻസി ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുണ്ട്. പ്രാർത്ഥനയാൽ സകലതും എൻ്റെ കർത്താവ് ഇന്നയോളം എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുവാൻ എനിക്കേറെ സന്തോഷമുണ്ട്. ഇന്നിപ്പോ അന്ന് ഷെഡായി താമസിച്ചിരുന്നു. ഇന്ന് എൻ്റെ ഭവനം വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ ഭവനമായി എനിക്ക് ചിലരുടെ സഹായത്തോടു കൂടിയൊക്കെ അത് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ നേട്ടമല്ലെങ്കിലും ഒരു ചെറിയ ഭവനം ഞങ്ങൾക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സന്തോഷമായി ഞാനും എൻ്റെ മോനും ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായി ഇപ്പൊ താമസിച്ചു വരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുക. കടബാധ്യതകൾ വലിയൊരു പ്രയാസമാണ്. ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കും, കർത്താവേ, ഞങ്ങൾ പുരാതന സമ്പത്തുള്ള പിതാവിന്റെ മക്കൾ, ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കടക്കാരായി നിൽക്കാൻ നീ സമ്മതിക്കരുത്. അതിനുള്ള വഴിയെ ദൈവം ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു വരുന്നു. ജീവിതത്തില് അങ്ങനെ ചില പ്രയാസങ്ങൾ. മോന് ഒരു ഓട്ടോ ഉണ്ടെങ്കിലും, ഓട്ടോയാണ് ഇപ്പൊ ലക്ഷ്യമായിട്ട് ഒരു സൈഡ് ബിസിനസ് ആയിട്ട് അവൻ എടുത്തിരിക്കുന്നത്. വരുമാന മാർഗം എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ട്. അപ്പോ അതിനുള്ള ഓട്ടമൊന്നും ഇല്ലാതെ വളരെ പ്രയാസം സഹിക്കുമ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതത്തില് എല്ലാം അങ്ങനെ കർത്താവിന്റെ കൃപയാലെല്ലാം നടക്കുന്നു. അല്ലാതെ അതിനെ കുറിച്ച് ഒന്നും തന്നെ ഇല്ല. ദൈവത്തിന്റെ കരങ്ങളിൽ സകലതും ഏൽപ്പിക്കുന്നു. എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്ക് ആത്മീയത്തിൽ ശക്തമായി എഴുന്നേൽക്കാൻ ആവശ്യമായ ദൈവകൃപ തരേണ്ടതിന്
ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ച് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാ. എനിക്ക് ഇത്രത്തോളം സമയം ഇങ്ങനെ ഒന്ന് അനുവദിച്ചു തന്ന എൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട്, എൻ്റെ വാക്കുകളിൽ വരുന്ന എല്ലാ കുറവുകളും സഹിച്ചുകൊണ്ട് ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ചു തന്ന ബഹുമാനപ്പെട്ട ഫാസ്റ്ററോടും അതുപോലെ മറ്റുള്ളവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com